രാമായണത്തിലെ വില്ലനായ 10 തലയുള്ള ഒരു അസുര രാജാവിന്റെയും സീതയെ തട്ടിക്കൊണ്ടുപോയവന്റെയും പ്രതിച്ഛായയാണ് ആ പേർ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അവൻ ശരിക്കും ദുഷ്ടനായിരുന്നോ, അതോ അവന്റെ കഥയ്ക്ക് മറ്റൊരു വശമുണ്ടോ? യുദ്ധങ്ങൾക്കും പുരാണങ്ങൾക്കും അപ്പുറം രാവണൻ ഒരു മികച്ച പണ്ഡിതനും ശക്തനായ ഭരണാധികാരിയും ശിവന്റെ അർപ്പണബോധമുള്ള ആരാധകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം യുദ്ധത്തെയും നാശത്തെയും കുറിച്ചുള്ളത് മാത്രമായിരുന്നില്ല, അത് ജ്ഞാനം, ഭക്തി, വിധി എന്നിവയെക്കുറിച്ചും ആയിരുന്നു. വിശ്വമുനിയുടെയും അസുര രാജകുമാരിയായ കൈകേശിയുടെയും മകനായി ജനിച്ച രാവണൻ ജന്മനാ ഒരു ബ്രാഹ്മണനും വംശപാരമ്പര്യത്താൽ ഒരു അസുരനുമായിരുന്നു. അദ്ദേഹം വെറുമൊരു യോദ്ധാവല്ല, വേദങ്ങളിലും 64 വിജ്ഞാന രൂപങ്ങളിലും പ്രാവീണ്യം നേടിയ ഒരു പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഒരു മികച്ച സംഗീതജ്ഞനായിരുന്നു. ശിവനെ സ്തുതിക്കുന്ന ഒരു സ്തുതിഗീതമായ ശിവതാണ്ഡവ സ്തോത്രം രചിച്ചു. അദ്ദേഹത്തിന്റെ രാജ്യം ലങ്ക എന്നറിയപ്പെട്ടു, അപാരമായ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും നീതിയുടെയും നാട്. തന്റെ ഭരണത്തിൻ കീഴിൽ ലങ്ക ഒരു അഭിവൃദ്ധി പ്രാപിച്ച സാമ്രാജ്യമായി മാറി. അവിടെ ദാരിദ്ര്യത്തിനും കുറ്റകൃത്യങ്ങൾക്കും സ്ഥാനമില്ലായിരുന്നു. മറ്റ് അസുരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി രാവണൻ ബുദ്ധിശക്തിക്കും ജ്ഞാനത്തിനും വില കൽപ്പിച്ച ഒരു പരിഷ്കൃതനും അച്ചടക്കമുള്ള ഭരണാധികാരിയുമായിരുന്നു. എന്നാൽ രാവണൻ അത്ര മഹാനാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ വീണത്? ശ്രീരാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയതോടെയാണ് അവന്റെ പതനം ആരംഭിച്ചത്. ലക്ഷ്മണൻ തന്റെ സഹോദരിയായ ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചുമാറ്റിയതിനെതിരെ പ്രതികാരം ചെയ്യാനാണ് അവൻ ഇത് ചെയ്തെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് അവന്റെ അഹങ്കാരമാണ് അവനെ രാമനെ വെല്ലുവിളിക്കാൻ പ്രേരിപ്പിച്ചതെന്ന്. എന്നാൽ കഥയിൽ അത്ര അറിയപ്പെടാത്ത ഒരു ഭാഗമുണ്ട്. സീതയെ തട്ടിക്കൊണ്ടുപോയിട്ടും രാവണൻ ഒരിക്കലും അവളെ തൊട്ടിട്ടില്ല. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ നിർബന്ധിച്ചാൽ തൽക്ഷണം മരിക്കുമെന്ന് ഒരു സ്വർഗീയ ജീവി അവനെ ശപിച്ചതായി പറയപ്പെടുന്നു. ഭയം കൊണ്ടോ വികലമായ ബഹുമാനബോധം കൊണ്ടോ ആകട്ടെ, സീതയെ അവൾ മനസ്സോടെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് രാവണൻ അശോകവാടികയിൽ സൂക്ഷിച്ചു. രാമനും രാവണനും തമ്മിലുള്ള മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവന്റെ സാമ്രാജ്യം വിറച്ചു. മകൻ ഇന്ദ്രജിത്തും സഹോദരൻ കുംഭകർണനും ഉൾപ്പെടെയുള്ള അവന്റെ ഏറ്റവും വലിയ യോദ്ധാക്കൾ ഒന്നിനു പുറകെ ഒന്നായി യുദ്ധത്തിൽ വീണു. അവസാന നിമിഷങ്ങളിൽ പരാജയപ്പെട്ടു കിടക്കുമ്പോൾ അവൻ അപ്രതീക്ഷിതമായ ഒരു കാര്യം ചെയ്തു. അവൻ ലക്ഷ്മണനുമായി തന്റെ ജ്ഞാനം പങ്കുവച്ചു. മരണത്തിൽ പോലും രാവണൻ ജീവിതപാഠങ്ങൾ പഠിപ്പിച്ചു. കാലതാമസത്തിന്റെയും അഹങ്കാരത്തിന്റെയും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. രാവണന്റെ മഹത്വം ശ്രീരാമൻ തന്നെ അംഗീകരിച്ചു. ലക്ഷ്മണനോട് അവനിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ രാവണൻ ശരിക്കും ദുഷ്ടനാണോ? നീതിയോടെ ഭരിച്ചെങ്കിലും അഹങ്കാരം അവനെ അന്ധനാക്കിയ ഒരു രാജാവായിരുന്നു അവൻ. ശിവന്റെ സമർപ്പിതനായ ആരാധകനായിരുന്നു, പക്ഷേ ധർമ്മം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ഒരു മികച്ച പണ്ഡിതനായിരുന്നു, പക്ഷേ അഹങ്കാരം കാരണം എല്ലാം നഷ്ടപ്പെട്ടു. അഹങ്കാരവും ആഗ്രഹവും അവരെ നിയന്ത്രിക്കാൻ അനുവദിച്ചാൽ ഏറ്റവും ശക്തരായവർ പോലും വീഴുമെന്ന് അദ്ദേഹത്തിന്റെ കഥ ഓർമ്മിപ്പിക്കുന്നു.